കഴുക്കോലൂത്തി ചട്ടുണ്ടാക്കണം. ഇപ്പൊ തന്നെ. മണ്ണളക്കുള്ള ഭൂമിയാ. ഇനി കുഴിക്കുന്നതിന് മുമ്പ് അരഞ്ഞാണം കെട്ടാൻ കട്ടയും സിമെന്റ് കൊണ്ടുപോവാ. മണ്ണ് കോരി മാറ്റാനും ആരെങ്കിലും ഒക്കെ വേണം. കേട്ടില്ലേ? കട്ടയും സിമെന്റും വേണം, മണ്ണ് മാറ്റാൻ ആളും. ആ കിണറുപണിയെ സ്വപ്നഭൂമി ആരെയും കിട്ടില്ല. ചെയ്യാനുള്ള 4 പേരോടങ്ങ് ചെയ്തു. എന്തേ? ആ ഭാഗത്തായതുകൊണ്ട് ഉത്തരവാദിത്തം കില്ലാടിയൊന്നും ഏറ്റെടുത്താൽ മതി. ഞങ്ങളെ കൊണ്ട് പറ്റില്ല. പറ്റില്ലെങ്കിൽ കിണറിന്റെ പണിയും വേണ്ട. വെള്ളം വരുമ്പോ എല്ലാവർക്കും കൂടി കോരി മോന്തി കുടിക്കാം, കുളിക്കാം. ഒരു ചുമട് മണ്ണ് എടുക്കാൻ പറഞ്ഞത് പറ്റില്ല. ഇതെന്തിനായോ? എവിടത്തിനായോ? ന്യായം പറയുന്നു വേണ്ട. രാജ്യത്തിന്റെ റേറ്റ് കയറ്റി കച്ചവടം ഉറപ്പിച്ചപ്പോ ഇക്കാര്യം പറയാൻ നാക്ക് എവിടെ പോയി? നാക്ക് വായില്. എല്ലായിടത്തുള്ള കീഴൊടുക്കാതെ. ഞാൻ വേറെ സ്ഥലത്താണ് സ്ഥാനം കണ്ടിരുന്നെങ്കിൽ എല്ലാവരും ഉത്സാഹിച്ചോട് വരുമായിരുന്നല്ലോ. ഇപ്പൊ എവിടെയാണെന്ന് അറിഞ്ഞപ്പോ സ്വപ്നഭൂമിയിലെ മീശു കൊമ്പന്മാരും കൂടെ പേടിച്ചു പോയി അല്ലേ? എനിക്ക് ആളെ കിട്ടണം, എന്നാലും പണി നടക്കൂ. ഒറ്ററിന് പണിക്ക് പോരുത്. വേറെ സ്ഥാനത്ത് കിണർ ഒഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞവനാ ഇവൻ. ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഒഴിയാൻ നോക്കുവാണ്. ഇവിടുന്ന് ആരും പണിക്ക് വരില്ല. പേടി പേടി പേടിയാണെന്ന് പറ. പണ്ട് തഹസിൽദാരി പോലീസിനെ കൊണ്ടുവന്നപ്പോ ചൂല് പോലെ ചെന്നല്ലോ 17 ആൾക്കാര്. ഇപ്പൊ എല്ലാവർക്കും പേടി, സർവത്ര പേടി. അങ്ങനെ നിങ്ങൾ ആരും പേടിച്ചിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. വല്ലോടത്തുനിന്ന് വന്ന ഞാൻ ഒരുത്തൻ ഈ നാടിന് വേണ്ടി ചാവാൻ തയ്യാറായെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചാവാം. വാ, ചാവാൻ തന്നെ വിളിക്കുന്നേ. നമുക്ക് ഒരുമിച്ച് ചാവാം. അല്ലെങ്കിൽ വേണ്ട, നിമിത്തം നോക്കാം. നിമിത്തം നോക്കാം. ഉടുക്കെടുക്ക്. മണ്ണ് വഴിയേ സൊല്ലേ. ഈ മണ്ണ് വലത്തോട്ട് വീണ് കഴിഞ്ഞാൽ ആരും പണിക്ക് വരണ്ട. ഇടത്തോട്ട് വീണാൽ പണിക്ക് വരണം. എടുത്തോട്ട് വീണു. പണിക്കുവാ. മണ്ണ് വഴി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വെട്ടി നുറുക്കി കൊന്നാലും എനിക്ക് മനസ്സില്ല. ഒറ്റയ്ക്ക് ഇവിടെ കിടന്ന് പണിയാൻ എനിക്ക് മനസ്സില്ല. ഒരുപാട് പേരൊന്നും വേണ്ട. ചങ്കിന് ഉറപ്പുള്ള ഒരാളെങ്കിലും ഉണ്ട് ഈ നാട്ടില്. ഒരാളെങ്കിലും. എന്നാലേ കിണർ ഞാൻ പണിയൂ. എടാ പ്രേമ, നമുക്ക് 1 മുതൽ 10 വരെ എണ്ണാം. അതിനുള്ളിൽ ആരും വന്നില്ലെങ്കിൽ നമുക്കങ്ങ് പോവാം. അവരെന്തുവേണം ചെയ്തോട്ടെ. 1 2 3 4 5 6 പകരിക്കൂലമ്മ ഒരുത്തന് വരല്ലേ. 7 ഒന്ന് മാറുന്നേ. സാരില്ലപ്പാ, സാരില്ല. അവള് പിന്നെ 4 ഇത് എവിടെ ഇറക്കണ്ടേ? എന്റെ നെഞ്ചത്തോട്ട്. അത് ശരി, അത്രയ്ക്ക് സങ്കടായല്ലേ? അപ്പൊ ആരും വരില്ലെന്നായിരുന്നു ആശ. പറ, എവിടെ ഇറക്കണ്ടേ? വാസോണ്ണ പിടിച്ച് താഴ്ത്തിറക്ക്. നിക്ക്. കൂലി പറഞ്ഞിട്ട് ഇറക്കാം. കൂലിയോ? ആ, ഒരു ചുമട് ഇഷ്ടിക ഇറക്കാൻ 500 രൂപ, ഒരു കോല് മണ്ണ് മാറ്റാൻ 500 രൂപ. അയ്യാ, ഒരു കോലി കോപ്രായം വേണ്ട. പുതിയ പ്രശ്നമാക്കാനും നോക്കണ്ട. കൂലി വാങ്ങാൻ പഠിച്ചാ പോരാ, കൊടുക്കാനും പഠിക്കണം. നിങ്ങൾ ചോദിച്ച കൂലി ന്യായാണെങ്കിൽ ഞാൻ ചോദിച്ച കൂലി ന്യായം തന്നെയാ. ഇറക്കിക്കോട്ടെ. വാസോണ്ണ എവിടെയെങ്കിലും ഇറക്കി വെക്കി. മോളി തിരി. മെല്ലെ. ഇതൊരു ദുസൂചനയാ, ശക്തമായ ദുസൂചന. അല്ലെന്നുണ്ട് ഒരു കുഴപ്പമില്ലാതെ നിന്നിരുന്ന ആ മരം ഇപ്പൊ കാറ്റ് പോലും അടിക്കാൻ ഒടിഞ്ഞു വീഴുവോ? അയ്യാ, നിമിത്തങ്ങൾ നോക്കുമ്പോൾ നമ്മൾ ഇത് നോക്കണ്ടേ? മരണം അതിന്റെ കോട്ടവാതിൽ തുറന്നിരിക്കുക. പിന്നെ കേട്ടൊന്നും ചില്ലറ കാര്യമല്ല പ്രേമ, സൂക്ഷിക്കണം. നമുക്കിറങ്ങാം. നമുക്കിപ്പോ തന്നെ പോവാം. മതി. എന്താ അയ്യാ ഒന്നും പറയാത്തേ? പറയാനുള്ളത് ആലോചിച്ച് പിന്നീട് പറയും. തൽക്കാലം ഇന്നത്തെ കിണറുപണി ഇവിടെ നിർത്താം. നാളെ കാലത്ത് വീണ്ടും ആരംഭിക്കും. അത്ര തന്നെ. വാ പോവാം. വല്ലാതൊരു കഷ്ടപ്പാടില്ല കുടുങ്ങിയത്. ഓ, ചുമടിറക്കിയ കൂലി ആകെ ആദ്യം പിടിച്ച് വെക്കുമ്പോ ഒരു കൂലി.
ഞാൻ വാങ്ങിച്ചോളാം പിന്നെ. ഏ നാളെ എപ്പോഴാ വരണ്ടേ? അതേ നാളെ പറയാം. അവിടെ പോവാം. ആ പോവന്നെ. വാ വാ. മരം വീണത് മണ്ണിനടിയിൽ വെള്ളം ഉണ്ടെന്നുള്ളതിന്റെ തെളിവാ. അത് ശുഭലക്ഷണമാണെന്ന് വേദപുസ്തകത്തിലുണ്ട്. വൃക്ഷങ്ങളുടെ വെള്ളമല്ലേ മനുഷ്യനെടുക്കാൻ പോകുന്നത്, അതിന്റെ പ്രതിഷേധമാ. ഒന്നും പറയണ്ട. സാക്ഷാത് ദൈവം തമ്പുരാൻ വന്ന് പറഞ്ഞാൽ പോലും ഇനി ഈ നാട്ടിൽ ഞാൻ നിൽക്കത്തില്ല. അവള് ആ ദേവു അവൾ ഒരുത്തിയില്ലായിരുന്നു, അപ്പൊ തന്നെ രക്ഷപ്പെടാമായിരുന്നു. എവിടെ രക്ഷപ്പെടാൻ? എങ്ങോട്ട് രക്ഷപ്പെടാൻ? ആരോ എന്നെ പിടിച്ചു നിർത്തേ മണ്ണില്. ആര്? എന്താപ്പാ? ഒന്നുമില്ല. ഞാൻ ആ കിണർ പണിക്ക് പോയത് അപ്പായ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അതന്നെയാ കാര്യം. നിന്റെ ഒരൊറ്റ നിർബന്ധം കൊണ്ടാ ഇവിടെ ആ കിണർ കുത്താൻ രാജമാണിക്യത്തിന്റെ കൂടെ ഞാൻ നിന്നു കൊടുത്തത്. സ്വപ്നഭൂമിയിലെ മണ്ണ് വെറും ചെതൽപ്പുറ്റ് പോലാ മോളെ. അതുകൊണ്ടാ വിലതീരാത്ത മരുന്നേടുകളൊക്കെ ഇവിടെ ഉണ്ടാവുന്നത്. അവിടെ കുത്തിയിളക്കിയ ഇന്നല്ലെങ്കിൽ നാളെ ആ മണ്ണിടിയും. മടിയോടെയാണ് ഞാൻ സമ്മതിച്ചതെങ്കിലും ആ അപകടത്തിലേക്ക് നീ സ്വയം നടന്നു കയറിയപ്പോ നീ അല്ലാതെ അപ്പാക്കാരാ മോളെ. അപ്പ വിചാരിക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. ഈ സ്വപ്നഭൂമി നമുക്ക് കൈവിട്ട് പോരുതെന്ന് അപ്പായ്ക്കും ആഗ്രഹമല്ലേ? പിറന്നു വീണ ഇടമല്ലെങ്കിലും ഈ മണ്ണിന്റെ ജീവനാ. എന്തൊക്കെ വന്നാലും ഞാൻ ഇവിടം വിടില്ല. അപ്പ നോക്കിയോ, ആ കിണർ കുത്തി കഴിയുമ്പോ സൈലന്ത്രി നദി ഇങ്ങോട്ട് ഒഴുകും. നമുക്ക് വെള്ളം കിട്ടും അപ്പ, നമുക്ക് വെള്ളം കിട്ടും. ആലോചിച്ചതൊക്കെ മതി എന്ന് പറ വാസോണ. എനിക്കിപ്പോ എന്റെ വീട്ടിൽ പോണം. വാസോണനല്ലേ കൃഷ്ണ വാ എന്ന് പറഞ്ഞ് എന്നെ ഇവിടെ എത്തിച്ചത്. എനിക്ക് എന്റെ അമ്മയെ കാണണം. വാടാ, സമയം കളയാൻ നമുക്ക് എങ്ങനെയെങ്കിലും പുറത്തിയാടാം. ഒരു കാര്യം ചെയ്യേ, നിങ്ങളെല്ലാവരും കൂടി രക്ഷപ്പെട്ടോ. ഞാൻ വരുന്നില്ല. എന്റെ കാര്യത്തെക്കുറിച്ച് അതും ഇതൊന്നും ചിന്തിക്കണ്ട. അമ്മയുടെ അടുത്ത് തന്ന ആവശ്യമില്ലാത്തൊന്നും പറയാൻ വേണ്ട. നിങ്ങൾ പൊക്കോ. അങ്ങനെ പറഞ്ഞ പറ്റത്തില്ല, നീ കൂടെ വരണം. നീ ഇല്ല ഞങ്ങൾ എങ്ങനെ പോവാ? ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞില്ലേ? ഞാൻ കണ്ടിട്ടില്ല എൻ്റെ അച്ഛനെ. എനിക്ക് ഓർമ്മ വയ്ക്കുന്നതിന് മുമ്പ് മരിച്ചതാ അച്ഛൻ. പക്ഷേ ഇവിടെ ഈ സ്വപ്നഭൂമിയില് ഞാൻ എൻ്റെ അച്ഛൻ്റെ മണം അറിയുന്നു, സ്വരം കേൾക്കുന്നു. അച്ഛൻ എന്നോടൊപ്പം ഇവിടെ ഉണ്ട്, എന്നെ കാക്കാൻ. നിങ്ങൾ പൊക്കോ. ഈ മണ്ണ് വിട്ട് ഞാൻ വരില്ല. നീയൊക്കെ ആരാ ഇവരെ ദേഹത്തോടാൻ? നീയൊന്നും പറഞ്ഞുറപ്പിച്ചിട്ട് കൊണ്ടുവന്നല്ലോ ഇവരെ, ആണോ? അവരവരുടെ ഇഷ്ടത്തിന് വന്നു, ഇഷ്ടത്തിന് പോവും. തല്ലിച്ചതയ്ക്കാനും തടഞ്ഞു വെക്കാനും നിങ്ങൾക്ക് എന്താ അവകാശം? പറഞ്ഞുറപ്പിച്ച് ചാകാൻ കൊണ്ടൊന്നും ഒരുത്ത കിടപ്പുണ്ടായിരുന്നില്ല അവിടെ. കരാർ ഉറപ്പിച്ചത് ഞാനുമായിട്ടല്ലേ, ഇവരുമായിട്ടല്ലോ. കാശിട്ട് തന്നത് ഈ കൈകളിലേക്കല്ലേ, ഈ കൈകളിലേക്ക്. ഈ കൈ കൊണ്ട് ഞാൻ കുഴിക്കും സ്വപ്നഭൂമിയിൽ ഒരു കിണറ്. ദൈവത്തെക്കാളും ഞാൻ സ്നേഹിക്കുന്ന എന്റെ അമ്മയാണ് സത്യം. നിങ്ങൾ ഇനി കുഴിക്കേണ്ടെന്ന് പറഞ്ഞാലും ഞാനത് കുഴിച്ചിരിക്കും. ഇനിയിപ്പോ ലോകത്തിലത്തെ കൂലി ചോദിച്ചു എന്നുള്ള വിഷമം വേണ്ട. ഒരു കോല് ഒഴിക്കാൻ 25 രൂപ മതി ഈ കില്ലാടിക്ക്. വെറും 25 രൂപ പോരെ? കൂടുതൽ സ്നേഹം തോന്നുന്നുണ്ടെങ്കിൽ ഒരു നേരത്തെ ചോറും കൊടുത്താ കഴിച്ചോളാം. പക്ഷേ ഒന്നും ചെയ്യാത്ത ഇവരെ പിടിച്ച് ദ്രോഹിച്ച് തടിമെടുക്കും തിണ്ണമെടുക്കും കാട്ടണ്ട. പ്രദീപേ,
വാസണ്ണ നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കോ. നിങ്ങളെ ആരും ഇവിടെ ഒന്നും ചെയ്യില്ല. മാറ്, വഴി മാറി കൊടുക്കാൻ. പൊക്കോ പൊക്കോ പൊക്കോ. ക്ഷമിക്കും പോലെ ഇപ്പോഴാണ് നിന്നെ ഞങ്ങൾക്ക് മനസ്സിലായത്. നിന്നെ മാത്രം ചാകാൻ ഇവിടെ വിട്ടിട്ട് ഞങ്ങൾ പോകൂല. ഞങ്ങൾ ഉണ്ടല്ലോ കൂടെ. വാ നടക്ക് നടക്ക്. മതി മതി, എല്ലാവരും പിരിഞ്ഞു പോണം. നമുക്ക് പോവാം. നമസ്കാരം. തീരുമാനം കലക്കി. നിങ്ങളെയൊക്കെ ഒന്ന് അഭിനന്ദിക്കണമെന്ന് കരുതി തന്നെ ഇറങ്ങിയതാ. അല്ല, നിങ്ങൾക്ക് എന്താ ഈ സ്വപ്നഭൂമിയായിട്ട് ബന്ധം? അങ്ങ് മാറി എനിക്ക് കുറച്ച് സ്ഥലമുണ്ട്. ക്ഷണിക്കാതെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാനിവിടെ വരും പോകും. തലമുറകളായി ഞങ്ങളുടെ കുടുംബത്തിന്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നവരാ സ്വപ്നഭൂമിക്കാര്. സാക്ഷാൽ അശ്വിനി ദേവന്മാർക്ക് പോലും അറിയാത്ത മരുന്നുവർഗ്ഗങ്ങളും ചികിത്സാ രീതികളും ഇവർക്കറിയാമെന്നാണ് പൊതുവെയുള്ള വിശ്വാസം. അതിനെപ്പറ്റിയൊക്കെ ലോകം അറിയാൻ പോകുന്നതേ ഉള്ളൂ. സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ ഇടയ്ക്ക് ഞാനിവരെ സഹായിക്കാറുണ്ട്. സൈരന്ധ്രിയിൽ അണ കെട്ടുന്നതിനെതിരെ വർഷങ്ങളായി നിലനിന്നൊരു കേസുണ്ടായിരുന്നു. അതിലിവർ തോറ്റു. അതുകൊണ്ട് ആ കില്ലാടിയുടെ കാൽക്കൽ അപേക്ഷയുമായി വന്നത്. അവർക്ക് തെറ്റുപറ്റിയില്ല, റൈറ്റ് പേഴ്സണെ തന്നെയാണ് സമീപിച്ചതെന്ന് ഇന്നലെ രാത്രി കില്ലാടി തെളിയിച്ചു. സ്വപ്നഭൂമിയുടെ ജീവൻ ഇനി കില്ലാടിയുടെ കൈകളില്ല. ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ്. പിന്നെ ദയ തോന്നി പണം കുറയ്ക്കേണ്ട ഒരു കാര്യമില്ല. പണം അവർക്കൊരു പ്രശ്നമേ അല്ല. ദേ ആർ റിച്ച്, വെരി റിച്ച്. കുഴിയെടുത്ത് കഴുക്കോലിറക്കണം. ആ പിടിച്ചു പൊക്ക് കൃഷ്ണ. ഇറക്കാൻ ആരെങ്കിലും ഒന്ന് സഹായിച്ചാട്ടെ. പ്രദീപേ, എന്താ? കൂലിയില്ലാത്ത ജോലി എവിടെ ഉള്ളൂ? അത് പറഞ്ഞുറപ്പിച്ചിട്ട് ഇറക്കിയാ മതി. ആ ആ ആ പിടിക്ക്. ഓ ഓ പതുക്കെ 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 പതുക്കെ. ഏയ്, ആടുമാടുകളൊന്നും ഇന്നലെ ഉറങ്ങിയിട്ടേ ഇല്ല. രാത്രി മുഴുവൻ കരച്ചിലും ബഹളമായിരുന്നു. എന്തേ? ഭൂമിക്കടിയിൽ നടക്കാൻ പോണ ബഹളങ്ങളൊക്കെ മനുഷ്യരെക്കാൾ മുമ്പേ അവരല്ലേ ആദ്യം അറിയാ. എന്തോ ഇയാൾക്ക് രാവിലെ തന്നെ വേറെ പണിയില്ലേ? പേടിപ്പിക്കാൻ നടക്കുന്നത്. ഇവിടെ ഓരോരുത്തർക്കും ഓരോ പ്രത്യേകതയാ. പേരുകൾ തന്നെ കേട്ടില്ലേ? രാജമാണിക്യം, മല്ലിയണ്ണൻ, പവനയ്യ, ഭുവനയ്യ, രാജവെമ്പാല, പാമ്പാണ്, ഭുവനപ്പൻ, ജയയാനി. ദേവേനിക്ക് എന്താ കുഴപ്പം? അല്ല, ദേവയാനിക്ക് മാത്രം കുഴപ്പമൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞു വരികയായിരുന്നു. ഇന്നലെ ഇവിടെ ഒരു ഭ്രാന്തിയെ കണ്ടു. അവരാരാ? അതോ, അത് സുമംഗലിയക്കനാ. സുമംഗലിയോ? ഓ, ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടോ നല്ലൊരു പേര് കേട്ടത്. അപ്പൊ ദേവിയാനിക്ക് എന്താ കുഴപ്പം? ഏയ്, ദേവയാനിക്ക് യാതൊരു കുഴപ്പമില്ല. എത്ര നല്ല പേര്, എത്ര നല്ല ആള്. എത്ര നല്ല ആള്. എന്നിട്ട് സുമംഗലിയക്കനെ കുറിച്ച് പറ. അക്കനെ കുറിച്ച് ആരും ആരോടും ഒന്നും പറഞ്ഞൂടാ. അതാ ഇവിടുത്തെ രീതി, വിലക്ക്. ആരും അടുത്തു പോകാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, നോക്കാൻ പാടില്ല, അറിഞ്ഞോ അറിയാതോ ഒന്നും കൊടുക്കാൻ വരെ പാടില്ല. അടുത്തെങ്ങാനും വന്നാലേ കല്ലെറിഞ്ഞ് ഓടിച്ചോണം. എന്തേ അങ്ങനെ? അതൊന്നും ഞാൻ പറയില്ല, ഒക്കെ ഇവിടുത്തെ രീതികളാ. അപ്പം ദേവയാനി ഒന്നും കൊടുക്കൂലേ? ഞാനും കൊടുത്തിട്ടുണ്ട്, ഒരുപാട് എറി. എന്റെ അടുത്ത് വരുമ്പോഴൊക്കെ ഞാൻ എറിഞ്ഞ് ഓടിക്കും. പക്ഷേ എറിയണത് അത്രയും പേരയ്ക്കും ആപ്പിളും ഓറഞ്ചും ആയിരിക്കും. ഞങ്ങൾ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വേണം ചെയ്തുതരാം. ഇപ്പൊ ആവശ്യമില്ല. ആവശ്യമുള്ളവർ ടെലിഗ്രാം ചെയ്യാ. അപ്പൊ വന്നാ മതി.
ഇപ്പൊ പോയിക്കാ. ദേവു ദേവു അപ്പം വിളിക്കണ വീട്ടിലേക്ക് വേഗം ചെല്ലാൻ. ചെല്ലമ്മാളിന്റെ മകന്റെ ദേഹത്ത് തിളച്ചെന്ന് വീണ് പൊള്ളി. വേഗം വരൂ. തുടങ്ങിയിട്ടുണ്ട്, നല്ല ഭേഷായിട്ട് തുടങ്ങിയിട്ടുണ്ട്. സ്ഥാനം മാറ്റി കിണർ കുഴിക്കാൻ പറഞ്ഞിട്ട് ആരും കേട്ടില്ലല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ട്? എല്ലാരും കൂടെ അനുഭവിച്ചോ? മറിക്കെ മറിക്കെ. മെല്ലെ. നീ എവിടെ പോകുന്നു? നിനക്ക് വേറെ യാതൊരു ജോലിയില്ലേ? ഞാൻ പൊയ്ക്കോട്ടെ പൂവനണ്ണ. ആ ശരി ശരി. ആ പണിക്കാർക്കൊക്കെ ഊണ് ശരിയാക്കിയിട്ടുണ്ട്. അതുമായിട്ട് ഞങ്ങൾ വന്നേക്കാം. പറഞ്ഞേരെ. ആ പറഞ്ഞേക്കാം. എവിടെ? ആര്? സ്വപ്നഭൂമിയിൽ കിണർ ഒഴിക്കാൻ വന്നവരാ ഞങ്ങള്. തുടക്കത്തിൽ ഒരില അനങ്ങിയ വഴക്കുമായിട്ട് വരുമായിരുന്നു സ്വപ്നഭൂമിക്കാര്. ഇപ്പോ 8-10 ദിവസമായിട്ട് യാതൊരു കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് പോവുക. ഇനി വെള്ളം കിട്ടണമെങ്കിൽ സ്വപ്നഭൂമിയിൽ ജനിച്ചു വളർന്ന ഓരോരുത്തരുടെയും പ്രാർത്ഥന ഉണ്ടായി തീരൂ. ഞങ്ങൾക്ക് കിട്ടിയ ഭക്ഷണത്തിന്റെ ഒരു പങ്കാ. സുമംഗലിയാക്കിന് ഞങ്ങൾ താമസിക്കുന്ന വീടിന്റെ ഒരു മൂലയില് വേണേല് ആരും അറിയാതെ അന്തി ഉറങ്ങാം. അത്താഴം മിച്ചം വല്ലതും ഉണ്ടെങ്കിൽ അതും കഴിക്കാം. ദാ വാ. സ്വപ്നഭൂമിയിൽ നിന്ന് പുറത്തുപോയി നാട്ടിലെ കോളേജിൽ 2 വർഷം പഠിച്ച ഒരേ ഒരു പെൺകുട്ടിയാ ഈ സുമംഗലി. ഗ്രാമത്തിന്റെ ഓമനയായിരുന്നു അവൾ. ഗ്രാമത്തിലാകെ അവൾ നിറഞ്ഞു നിന്നു. എല്ലാ വീടും അവളുടെ വീടായിരുന്നു. എല്ലാവരും അവളുടെ പ്രിയപ്പെട്ടവരായിരുന്നു. ആയിടയ്ക്കാണ് പത്രപ്രവർത്തനമൊന്നും പടം പിടുത്തമെന്നൊക്കെ പറഞ്ഞ് സ്വപ്നഭൂമിയെക്കുറിച്ച് ലേഖനം എഴുതാൻ ഒരാളിവിടെ എത്തിയത്. ഒരു അച്യുതൻകുട്ടി. നാട്ടുകൂട്ടം അയാൾക്ക് എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തു. അയാൾക്ക് വഴികാട്ടിയായും സഹായിയായും വിട്ടുകൊടുത്തത് പാവം സുമംഗലിയായിരുന്നു. അയാൾക്ക് വേണ്ട വിവരങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് പടങ്ങൾ എടുത്തും എടുപ്പിച്ചും അവർ രണ്ടുപേരും ഈ കണ്ട കാടും മേടും ഒക്കെ കയറിയിറങ്ങി നടന്നു. ഒടുവിൽ പത്രത്തിൽ അടിച്ചു വന്നത് അത്രയും സ്വപ്നഭൂമിക്കാരുടെ രീതികളെ കളിയാക്കിയും പരിഹസിച്ചും കൊണ്ടുള്ള ലേഖനങ്ങളായിരുന്നു. നാട്ടുകൂട്ടം അയാൾക്ക് വിലക്ക് കൽപ്പിച്ചു. ആരും അയാളെ കണ്ടുപോകരുതെന്ന ശാസനയും. സത്യത്തിൽ അയാളൊരു കാപട്യക്കാരനായിരുന്നു. അയാൾക്ക് വേണ്ടിയിരുന്നത് സ്വപ്നഭൂമിയിൽ അറുതിയില്ലാത്ത മരുന്നുകളുടെ രഹസ്യ വിവരങ്ങളായിരുന്നു. സുമംഗലിയെ മോഹിപ്പിച്ച് മരുന്നുകളുടെ കലവർ രഹസ്യങ്ങളെല്ലാം കവർന്നെടുക്കാൻ പാതിരാവിന്റെ മറവിൽ അയാൾ ദിവസവും സ്വപ്നഭൂമിയിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. സ്വപ്നഭൂമിയിലെ പെണ്ണ് സ്വപ്നഭൂമിയിലെ ആണിന് മാത്രമുള്ളതാ. മറ്റു ദേശക്കാരുമായി ഒരു ബന്ധവും പാടില്ല. ഒരിക്കൽ പഞ്ചഭൂത ബലി നടക്കുന്നൊരു വൈശാഖ രാത്രിയിൽ ധ്യാനപുരയുടെ മറവിൽ രഹസ്യമായി സന്ധിച്ച സുമംഗലിയെയും അച്യുതൻകുട്ടിയെയും നാട്ടുകാർ പിടികൂടി. അയാൾ എങ്ങനെയോ രക്ഷപ്പെട്ടു. സുമംഗലിക്ക് ഭ്രഷ്ടുമായി. എന്നുവെച്ചാല് നാട്ടിലെ പണ്ടത്തെ പടിയടച്ച് പിണ്ടം വെക്കുന്നതിന്റെ വേറൊരു പതിപ്പാ. പക്ഷെ ഇവിടെ ഒരു ഭയങ്കര കർമ്മ. ഭ്രഷ്ട് നടപ്പാക്കുന്നത്
ക്ഷണിച്ചു വരുത്തപ്പെട്ട വേദാത്തന്മാരും തെയ്യത്തിയും കൂടിയാണ് ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട പെണ്ണിനെ നവവധുവിനെ പോലെ അണിയിച്ചൊരുക്കി പ്രാകൃതമായ വാദ്യഘോഷങ്ങളോടെ അല്പനേരം ഗ്രാമമുറ്റത്ത് നിർത്തും. എന്നിട്ട് അവളെ പഞ്ചഭൂത മണ്ഡപത്തിന് വലം വെപ്പിക്കും. അത് കഴിഞ്ഞ് അവളെ കത്തിജ്വലിക്കുന്ന ഒരു അഗ്നികുണ്ഡത്തിന് മുമ്പിൽ കൊണ്ടു നിർത്തും. 18 സുഗന്ധദ്രവ്യങ്ങളും 18 ദുർഗന്ധദ്രവ്യങ്ങളും ആ അഗ്നികുണ്ഡത്തിലേക്ക് എറിയും. അതിൽ നിന്നുയരുന്ന പുക കാറ്റത്തങ്ങ് കരിയാത്ത മലയിലെത്തും. ആ പുക വരുമ്പോൾ കാട്ടാളന്മാർക്കറിയാം ഭ്രഷ്ട് കൊണ്ട പെണ്ണൊരുത്തി വരുന്നുണ്ടെന്ന്. കുന്തങ്ങളുമായി അവർ കരിയാത്ത മരങ്ങൾക്കിടയിൽ കാത്തു നിൽക്കും. കരിയാത്ത മലയ്ക്കരികിൽ ഒരു പ്രത്യേക സ്ഥലത്ത് അവളെ നിർത്തിയിട്ട് ഗ്രാമത്തിന്റെ ഗണനാഥൻ അവൾ ചെയ്ത കുറ്റം ഉറക്കെ പറഞ്ഞിട്ട് 3 പ്രാവശ്യം ഭ്രഷ്ട് എന്ന് ചൊല്ലും. അതോടെ അവൾ വേദാത്തന്മാരുടേതായി കഴിയും. സ്വപ്നഭൂമിക്കാർ തിരികെ വരുമ്പോൾ വേദാത്തന്മാർ ആടയാഭരണങ്ങളൊക്കെ അഴിച്ചെടുത്ത് കുന്തത്തിന് കുത്തിയും കല്ലെറിഞ്ഞും അവളെ കരിയാത്ത മലയിലേക്ക് കയറ്റിവിടും. കഴിഞ്ഞ 40 വർഷങ്ങൾക്കുള്ളിൽ ഇവിടെ 3 ഭ്രഷ്ടുകൾ നടന്നിട്ടുണ്ട്. അതിൽ അവസാനത്തേതാണ് സുമംഗലിയുടേത്. ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട പെണ്ണുങ്ങളിൽ തിരിച്ചു വന്നവൾ ഇവൾ മാത്രമാണ്. പക്ഷെ സമനില തെറ്റിപ്പോയി. ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടവളായതുകൊണ്ട് ഇനി തിരിച്ചെടുക്കാൻ പറ്റില്ല. ഒരിക്കൽ ശിക്ഷിച്ചതുകൊണ്ട് ഇനി ശിക്ഷിക്കാനും വയ്യ. അവൾ ഇവിടെ അങ്ങനെ കഴിഞ്ഞുകൂടുന്നു.